പീരിമേട് കുട്ടിക്കാനം പള്ളിക്കുന്ന് സ്കൂളിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് കാടുകയറി മൂടി. ടാങ്കിന്റെ മൂടി തുറന്നിരുന്ന സാഹചര്യം മാധ്യമ വാർത്തയായതോടെ വാട്ടർ അതോറിറ്റി അധികൃതർ അടപ്പ് സ്ഥാപിച്ച് ടാങ്ക് സുരക്ഷിതമാക്കി. എന്നാൽ ഇതിനു ചുറ്റും വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കുടിവെള്ള വിതരണ ടാങ്കാണ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയോരത്ത് പള്ളിക്കുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കൊക്കയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കുടിവെള്ളം ഈ ടാങ്ക് മുഖാന്തരമാണ് എത്തിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ടാങ്കിന്റെ ചുറ്റും കാടുപടലങ്ങൾ വളർന്ന് പന്തലിച്ചു കിടക്കുകയായിരുന്നു. ഇതോടൊപ്പം ടാങ്കിന്റെ മൂടിയും തുറന്നു കിടക്കുകയായിരുന്നു. ഈ വിവരം കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തകളായിരുന്നു. ഇതേ തുടർന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ വിഷയത്തിൽ നടപടി സ്വീകരിച്ചത്. ടാങ്കിന്റെ മൂടി പൂർവ്വസ്ഥിതി സ്ഥാപിച്ച വാട്ടർ അതോറിറ്റി അധികൃതർ മടങ്ങി. എന്നാൽ ഇതിനു ചുറ്റും വളർന്നു നിന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റുവാൻ നടപടി സ്വീകരിക്കുന്നതിൽ പ്രദേശവാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തി. പഞ്ചായത്ത് സ്കൂള് സമീപത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർത്തയില് വന്ന് സ്ലാവ് വാർത്തിട്ടു. പിന്നെ ആ പരിസരം ഒന്ന് തെളിച്ചിട്ടാണ് അതിനകത്ത് തുറന്നു തന്നെ കിടക്കുക. ഇന്നലെയൊക്കെയാണ് അതിനെ പുറത്തുകൂടെ പാമ്പ് കയറി നടക്കുക. പാമ്പ് മനുഷ്യനൊക്കെ കയറി അവിടെ കിടക്കും. ഒന്നാമത്തെ ലീവുള്ള സമയമല്ലേ, ആ ലീവുള്ള സമയത്ത് നിങ്ങൾ അതൊന്ന് ചെയ്ത് വൃത്തിയാക്കിയിട്ടല്ല. അത് ശരിയാകാത്ത നടപടിയല്ല അതൊന്നും. നിങ്ങൾ അത് ഉറപ്പായിട്ട് വന്ന് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. കാട് വെട്ടിയിട്ടില്ല, കാട് വെട്ടാൻ പറഞ്ഞതല്ലേ. നാളെ കഴിഞ്ഞ് വെട്ടാൻ അങ്ങനെ പറ്റിയിലാണ്. ഇതൊക്കെ പറ്റിയിട്ടൊന്നും അല്ലല്ലോ. അതൊന്നും തെളിച്ചു തന്നേ പറ്റുള്ളൂ. ടാങ്കിന്റെ മൂടി സ്ഥാപിക്കുവാനെത്തിയ അധികൃതർ ഈ കാടുപടങ്ങൾ കൂടി വെട്ടിമാറ്റി ഇത് സുരക്ഷിതമാക്കേണ്ടതായിരുന്നു എന്നാണ് പ്രദേശത്തെ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇതിന് കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.